ഇന്ന് റാഗി ദോശ ഉണ്ടാക്കാം. അതിന് 1 കപ്പ് റാഗി എന്ന് പറഞ്ഞാൽ അറിയാലോ, കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്നത്. അത് പല സ്ഥലത്തും പല പേരിലാണ് പറയുന്നത്. മുത്താറി, പഞ്ഞപ്പുല്ല്, കൂരവ്, ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ്. ഒരു പാത്രത്തിൽ 1 കപ്പ് റാഗിയും 1/4 കപ്പ് ഉഴുന്നും ഇട്ട് നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ചില റാഗിയിലെങ്കിൽ മണ്ണും കല്ലും ഒക്കെ കാണും. അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതായിരിക്കണം. വെള്ളം നല്ല ക്ലീൻ ആവുന്നത് വരെ കഴുകിയെടുക്കാം. ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് അടച്ചു വയ്ക്കാം. ഉലുവ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. അല്ലെങ്കിൽ പിന്നെ റാഗി ഉഴുന്നും ഒക്കെ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഉലുവയും ഇട്ട് എല്ലാം കൂടെ നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി. ഇത് ഒരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പം 4 മണിക്കൂറായി. ഇനി ഈ വെള്ളം കളഞ്ഞ് മിക്സിയിലിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിൽ 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് ബാലൻസ് ഉള്ള 1/4 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഒഴിച്ച് കലക്കി ഒഴിക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇപ്പം മൊത്തം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കലക്കിയിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാം. അടപ്പ് നല്ലതുപോലെ മുറുക്കി അടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് അടച്ചിരുന്നാൽ മതി. എങ്കിൽ മാത്രമേ നല്ലപോലെ പൊങ്ങി വരത്തുള്ളൂ. ഇപ്പം 8 മണിക്കൂറായി. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ദോശക്കല്ല് വെച്ച് ചൂടാവുമ്പം മീഡിയത്തിലിട്ടാൽ മതി. നനഞ്ഞ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് 1 തവി മാവ് ഒഴിച്ച് പറ്റുന്നത് പോലെ കനം കുറച്ച് പരത്തി 1 ടീസ്പൂൺ നല്ലെണ്ണയോ നെയ്യോ ഒഴിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് മൊരിഞ്ഞ് കഴിയുമ്പം തിരിച്ചിടണം. ഇതിപ്പോൾ റെഡിയായി. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയായി. അടുത്ത ദോശ ചുടാൻ വേണ്ടി ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് 1 തവി മാവ് ഒഴിച്ച് പറ്റുന്നത് പോലെ കനം കുറച്ച് പരത്താം. ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. റാഗി വെയിറ്റ് ലോസിനും ഡയബറ്റിക്കിനും എല്ലാം നല്ലതാണ്. ബാലൻസ് വരുന്ന മാവ് 1-2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.